ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരുടെയും മുൻപിൽ ഇതുപോലെ വരാനായിട്ട് സാധിക്കുന്നത്. അതിനെ ഓർത്ത് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മളൊന്ന് ചേർന്ന് കുറേ അധികം നാളുകളായി ഈശോയുടെ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കർത്താവ് തരുന്നുണ്ട്. ഈശോയ്ക്ക് നമുക്കൊന്ന് ചേർന്ന് നന്ദി പറയാം. ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് വരുന്നത്, നമ്മൾ ഏറ്റ് ചൊല്ലി വചനം പ്രാർത്ഥിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്ക് സംശയമുണ്ട്, ഈ നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്ന വചനത്തിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നൊക്കെ. നമ്മൾ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ, ബൈബിൾ വ്യാഖ്യാനം പഠിക്കുമ്പോൾ അതിന് പല മാനങ്ങൾ, അടരുകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് വളരെ ചുരുക്കി രീതിയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നാമതായിട്ട്, ഒരു വചനം വായിക്കുമ്പോൾ അതിന് കാലികമായിട്ടുള്ളൊരു അർത്ഥമുണ്ട്, പിന്നെ കാല അതീതമായിട്ടുള്ള ഒരു അർത്ഥവുമുണ്ട്. അപ്പോൾ കാലികമായ അർത്ഥം എന്ന് പറയുമ്പോൾ അത് എഴുതപ്പെട്ട ആ കാലഘട്ടത്തിലെ, അത് സൂചിപ്പിക്കുന്ന, കൃത്യമായിട്ട് പോയിന്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്ന്. മറ്റൊന്ന് എന്ന് പറയുമ്പോൾ കാലാതീതമായിട്ട്, നമ്മൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് വചനം വായിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ വചനം വ്യാഖ്യാനിച്ച് എടുക്കുന്ന രീതി, അവിടെ കാലാതീതമായ അർത്ഥം നൽകപ്പെടുന്ന ഒരു അവസ്ഥ വചനത്തിന് ഉണ്ട്.